ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോവാം. കളർ കോഴി കുട്ടികളെല്ലാം കുട്ടികൾ കൊടുത്തിട്ടുണ്ട്. ഇത് കോഴിക്കുട്ടികളെ ഇത് കളറിൽ മുക്കണത് എന്തെന്ന് അറിയില്ല. ഇത് കളറിൽ മുക്കണത് അതിന്. അപ്പൊ ഇത് പിന്നെ അങ്ങനത്തെ കോഴിക്കുട്ടികളുണ്ടാവും. ചെറിയ ഒരു ഇത് വിരിഞ്ഞ പിന്നെ ഒരാഴ്ച ആയിട്ടുണ്ടാവും അല്ലേ? ഇത് അത്രേ ആയിട്ടുണ്ടാവുള്ളൂ. എല്ലാം കൊത്തി തിന്നുണ്ട് നോക്ക്. കൊത്തി തിന്നും. അതെയാ കൊണ്ടുപോയി കളർ കാണല്ലേ. എന്റെ കോഴിക്കുട്ടികൾക്ക് പൈക്കുന്നുണ്ടോ പറയുന്നത്. ഇത് ചെതലുണ്ടല്ലേ, അത് ഇങ്ങനെ കൊട്ട മാതിരി കെട്ടിയിട്ടുണ്ടോ? അതിനെ കൊടുത്തിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ വേഗം ഉസാറാവും. അത്രല്ലേ? അത് ഏത് കോഴിക്കും ഇട്ട് കൊടുത്താൽ തടി വെക്കും പെട്ടെന്ന്. അപ്പൊ ഇതിന് നമുക്ക് മരുന്ന് കൊടുക്കണോ? അതെ. ഇപ്പൊ കൊടുന്ന പാട് അതിങ്ങനെ തൂങ്ങിയോണ്ടുണ്ട്. അതിന് ടാബ്ലറ്റ് ഉണ്ട്. അതിനെ കലക്കിട്ട് വെള്ളത്തിൽ കലക്കിട്ട് എല്ലാത്തിനും ഓരോ ചെറിയ നട്ട്സ് കൊടുക്കണം. കൊടുത്തിട്ട് നോക്കാം. എവിടെന്ന് കണ്ടിട്ട് എനിക്ക് പൈസ വേണോ? കോഴി കുട്ടികൾ കളർ എനിക്ക് ആസാണ്. പിന്നെ കൊടുത്തയച്ച് ആ ഒപ്പം അതി കോടി അച്ഛമ്മ ഒന്നും പറയില്ല, ഒന്നും എടുത്തു. അങ്ങനെ പിന്നെ കുട്ടികൾ രണ്ടും കൂടിയിട്ട് അപ്പൊ ഈ കോഴികള് എവിടെ പോയി വിളിച്ചിരുന്നോളും നമ്മുടെ കണ്ണൊക്കെ കാണും. എന്താ പറഞ്ഞ കളർ അടിച്ചത്. ഈ കളർ എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. ഇതെല്ലാം കളർ മുക്കുന്നത് കാണും. മനസ്സമറിനപ്പോ പേടിക്കാണ്ടിരിക്കുന്നു. ചൂട് വേണം അതിന്. ചെറിയ കോയില ഇതൊരു മഞ്ഞ കളർ വാട്ട് കളർ. ഇത് വേഗം മനസ്സിന്റെ അടുത്ത് ഇണങ്ങും അല്ലേ? എന്ത് പാറം കോയാ എന്തെന്ന് അറിയില്ല. പാറം കോഴി കാണല്ലേ? ഈ വെളുത്തത് നോക്ക് വലുത്. ഈ ഇതെവിടെ നോക്ക്, ഈ കൊള്ളിന്റെ അടിയിൽ പോയിട്ട് വരാനാ കൊണ്ടുവന്നത്. ആയി അല്ലേ? പുറത്ത് വിട്ടപ്പാട് മെഡിക്കലിന് ടാബ്ലറ്റ് കൊണ്ടു വെച്ചിട്ടുണ്ടായി. അപ്പോൾ പുതിയതായിട്ട് കോഴിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് നമ്മൾ നാടൻ കോഴി അല്ല, മറ്റേ ഇനിയൊരു കോഴി കിട്ടും. ആ കോഴിനെ കൊടുന്നെങ്കിൽ മരുന്ന് കൊടുക്കും. ചെറിയ കുട്ടിയല്ലേ? നമ്മൾ ഗിരിരാജ പറയില്ല. ഇനിയൊരു കോഴി പറഞ്ഞാൽ അത് ഗിരിരാജ കോഴി. ഇതാ ഇവിടെ ഉണ്ടല്ലോ അത്. ഇത് കൊടുന്ന പാട് ഇതെങ്ങനെ തുങ്ങിയോ ഞാൻ കൊടുത്ത പിന്നെ അത് ശരിയായി സ്റ്റഡിയായി. അപ്പോൾ നമുക്കിത് ഓരോ തുള്ളി കൊടുക്കാം. ഒരു കപ്പ് കുടിക്കും. അപ്പോൾ ഒരു കോയിൻ്റെ ഡോക്ടർ തന്നെ ഗീത അല്ല ഗീത? ടെഡി നോക്കി വരട്ടെ വന്നിട്ട് കുടിക്കാൻ വരുന്ന ചെറുതല്ലേ. ഇതിന്റെ ഇതേ കൊക്കേ ഇല്ല. ഇതെടുത്ത് ലേശിച്ച് കൊടുത്താൽ മതി. നായ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുതുങ്ങാൻ നോക്കിയോണ്ട് ഇത് എന്തോ കളിക്കുന്ന സാധനം വിചാരിച്ചിട്ട്.
കുടിക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ. മഞ്ഞ ഒഴിച്ച് ഒഴിച്ച് വായ പൊളിക്കണം കഴിഞ്ഞാന്ന് ഈ ബോക്സിൽ കൊടുക്കുന്നില്ലേ. ചെതല് അതിന് ബിരിയാണി തിന്നങ്ങനെ ഉണ്ട്. പുസ്തകത്തിൽ വന്നിട്ട് പറയാം ഈ കഞ്ഞാലോ ടേസ്റ്റ് എടുക്കത് അങ്ങനെ എടുക്ക് ഇതല്ലോ ടേസ്റ്റ് തിന്നാണ് വാങ്ങത് തിന്നാണ്. ഭയങ്കര വന്നു വെള്ളമോ വണ്ടി ടോച്ചൽ കേൾക്കണ്ടെന്ന് അറിയില്ല. പിന്നെ അമ്മക്ക് ഗീതൊക്കെ രണ്ടാൾക്കും ഓടിക്കാനായിട്ട് ഒരു സ്കൂട്ടി എടുത്തിട്ടുണ്ടായി സെക്കൻഡ് ലേശം ലിപ്പേര് വന്നിന് സെൻസർ അതിനിപ്പോൾ ഷോറൂമൊക്കെ കാട്ടണമെന്ന് പറഞ്ഞു അവിടുത്തെ മെക്കാനിക്ക്. അങ്ങനെ ഷോറൂമൊക്കെ വന്നിന് ഇപ്പോൾ സർവീസ് കൊടുത്തിന്. എത്ര പൈസ ആവാന്ന് അറിയില്ല നോക്കണം പോയിട്ട്. അതെ അമ്മക്ക് ഇറച്ചി ഒന്നും തിന്നാൻ പാടില്ല വെച്ച് അതിൻ്റെ മേലെ ഒരാളിനീരും അല്ല വയറ് ഫുള്ളായി നടക്കാനാണില്ല. അപ്പോൾ ബൈക്ക് ഇപ്പോൾ സർവീസ് കൂട്ടുന്ന അത്ര അമ്മ റെഡി ആവണം അത്ര. പോയിട്ട് വന്ന് റെഡിയായി സർവീസ് ആക്കാണ്ട് കുറേ ദിവസമായിട്ടുണ്ടായി റെഡി ആക്കിയിട്ട് വന്നു. ഇപ്പം എന്താ പരിപാടി? നിനക്ക് നല്ല ഇഷ്ടമായ സാധനം കുസളനഗരത്തിന് പോകുമ്പോൾ ഓർമ്മ വന്ന് കുമ്മല്. ആ നേരാക്കല്ലേ ഫസ്റ്റ് നമുക്കിത് നേരാക്കാം. നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിന്റെ മേലത്തെല്ലാം പോവും. ഇതിങ്ങനെ നമുക്ക് പാങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ്. ഇത് നമ്മള് കാട്ടിൽ കിട്ടുന്നത്ര അല്ല, എന്നാലും ഒരുമാതിരി ടേസ്റ്റ് ഉണ്ടാവും. ഇത് സ്വന്തം അവിടെ ഷോപ്പിലെല്ലാം ഉണ്ടാക്കണ കുമ്മലല്ലേ? അതെ, ഇത് അതിൻ്റെതായത് ഒരു വിത്ത്, ഇതിന്റെ വിത്ത് കിട്ടും. അപ്പൊ ആ വിത്ത് കൊടുത്തിട്ട് അതെങ്ങനെ ആ ഇരുട്ട് റൂമിലെല്ലാം വെച്ചിട്ട് നമുക്കറിയില്ല. അതിങ്ങനെ 2 പൊളി ഇതിങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് നല്ല പാങ്ങലിനെ കുരുമുളക് ഇട്ടിട്ട് നമുക്ക് പാങ്ങൽ വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എടുത്തിട്ട് നോക്കുമ്പോ അയ്യോ എന്റെ വാന് പോയി, എന്റെ കുട്ടികള് പോയല്ലേ പറഞ്ഞാല് നിങ്ങൾ നോക്കിയോ പഴന്നെ. അയ്യോ എന്റെ തങ്കമേ, ഞാനെത്ര
അപ്പോൾ അതിലേക്കും നിശ്ചിത്തും ഒരു പാട്ട് പാടുന്നുണ്ട്. അതെ അന്നുള്ള പാടിയ പാട്ടിനെല്ലാം ആൾക്കാർ കണ്ടിട്ട് ഇന്നൊരിക്കൽ കുട്ടികൾ പാടട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇപ്പോഴും ആ പാട്ട് പാടാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടത്. അതെ അതെ ಓಡುವ ನದಿ ಸಾಗರವೇ ಮರೆಯಲೇಬೇಕು ನೀನು ನಾನು ಎಂದಾದರೂ ಸೇರಲೇಬೇಕು ಜೋರು ಬೆಟ್ಟ ಮೇಲೆ ಪುಟ್ಟ ಮನೆ ಇರಬೇಕು ಮನೆಯ ಸುತ್ತವೂ ರಾಶಿ ಹಾಸಿರಬೇಕು ಜೋಗುಲೆಯ ಉಂಜಾಲೆ ತೂಗಲೇಬೇಕು ನೀನು ನಾನು ಎಂದಾದರೂ ಸೇರಲೇಬೇಕು ಓಡುವ ನದಿ ಸಾಗರವೇ ಮೆರೆಯಲೇಬೇಕು ನೀನು ನಾನು ಎಂದ സൂപ്പർ സൂപ്പർ ഉണ്ടായി തോട്ടത്തില് ഒരുവ പൊട്ടണ വെള്ളക്കാരൻ പണം വെളി പണം വേടിക്കെ ചെയ്യണം ചിന്ന പണം നൂറാം തോട്ടത്തില് ഒരുവ പൊട്ടണ വെള്ളക്കാരൻ പണം വെളി പണം വേടിക്കെ ചെയ്യണം ചിന്ന പണം. എന്റെ കൂടെ അതെ കുക്കറിലാക്കിയിട്ട് നമ്മള് കുക്കറിലാക്കിയിട്ട് വേറെ കലക്കി മാറ്റിയിട്ട് ഊറ്റിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.